ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ റാപ്പർ വേടനെതിരെ അതിരൂക്ഷ വിമർശനവുമായി നമ്മുടെ BJP നേതാവ് KP ശശികല ടീച്ചർ വേടൻ കഞ്ചാവോളിയാണെന്നും ആടിക്കളിക്കട കുഞ്ചിരാമ ചാടിക്കളിക്കട കുഞ്ചിരാമ എന്ന് പറയുന്ന സർക്കാർ സംവിധാനങ്ങൾ മാറേണ്ട സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വളരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് നമ്മുടെ BJP നേതാവ് KP ശശികല ടീച്ചർ. നമുക്ക് ആദ്യമായി ആ ഒരു വാർത്തയിലേക്ക് പോകാം. തനതായ എത്ര കലാവിഭാഗങ്ങൾ അവർക്കുണ്ട്. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണ് ഇവിടുത്തെ പട്ടികജാതിക്കാരനെയും പട്ടികവർഗക്കാരനെയും തനതായ കലാരൂപം. ഗോത്ര സംസ്കൃതി അതാണോ? അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതാണോ? പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കയറേണ്ടത്. അതിന്റെ പേരിലാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത്. ഇന്ന് വേടന്മാരുടെ തുണിയില്ലാച്ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് ആ സമാജം അപമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കാതു തുറന്ന് കേൾക്കണം. കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം. വേദിയിൽ എത്തിച്ച് അതിന്റെ മുന്നിൽ 10,000-ങ്ങളെ തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട്. ആടിക്കളിക്കട കുഞ്ചിരാമ ചാടിക്കളിക്കട കുഞ്ചിരാമ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ചിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും ചുടുചോറ് മാന്തിക്കുകയും ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല, ആജ്ഞാപിക്കാൻ തന്നെയാണ് ഹിന്ദു ഐക്യവേദി എത്തിയിരിക്കുന്നത്. അപ്പോൾ പാലക്കാട് നടന്ന നമ്മുടെ റാപ്പർ വേടന്റെ പരിപാടിയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് BJP നേതാവ് ശശികല ടീച്ചർ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തായി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും അതുപോലെ തന്നെ പ്രസംഗങ്ങളിലെല്ലാം തന്നെ റാപ്പർ വേടനെതിരെ അതിരൂക്ഷമായ വർഗീയ പരാമർശവുമായി ശശികല ടീച്ചർ കളം നിറഞ്ഞു കളിക്കുകയാണ്. ശശികല ടീച്ചർ പറയുന്നുണ്ട്, പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് റാപ്പർ പോലത്തെ വൃത്തികെട്ട പരിപാടിയാണോ നടത്തേണ്ടത് എന്നാണ് നമ്മുടെ ശശികല ടീച്ചർ ചോദിക്കുന്നത്. അവരുടെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ തനത് കലാരൂപങ്ങൾ ഒരുപാടുണ്ട് എന്നും അതാണ് നടത്തേണ്ടത് എന്നും റാപ്പ് പോലത്തെ പരിപാടികൾ അവരുടെ കലാരൂപമല്ല എന്നാണ് ശശികല ടീച്ചർ പറയുന്നത്. ശശികല ടീച്ചർക്ക് ഈ റാപ്പ് എന്നാൽ എന്താണെന്ന് പോലും അറിയില്ല. അത് ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള അവരുടെ വിമോചനത്തിൻ്റെ ശക്തി തെളിയിക്കുന്ന ഗാനങ്ങളാണ് ഈ റാപ്പ് എന്ന് പറയുന്നത്. അതൊന്നും ശശികല ടീച്ചർക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ശശികല ടീച്ചർ ഇപ്പോഴും പണ്ടത്തെ കാലത്തെ തമ്പ്രാൻ കളിയാണ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പട്ടികവർഗക്കാരനും അതുപോലെ തന്നെ താണ സമുദായക്കാരനോടും ഇപ്പോഴും സ്റ്റേജിൽ കയറി പാട്ട് പാടാനും റാപ്പുകൾ പാടാനും ഒന്നും പാടില്ല എന്നാണ് ഇപ്പോഴും നമ്മുടെ ശശികല ടീച്ചറുടെ ഒരു അഭിപ്രായം. വളരെ മോശകരമായ പരാമർശങ്ങൾ വേറെയും ശശികല ടീച്ചർ ഈ സ്റ്റേജിൽ തന്നെ വെച്ച് നടത്തുകയുണ്ടായി. കഞ്ചാവോളിയുടെ പിറകെയാണ് സർക്കാർ പോകുന്നത് എന്നും അത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കേണ്ട സമയമായി എന്നും അത് അപേക്ഷിക്കുകയില്ല, ആജ്ഞാപിക്കുകയാണ് ഹിന്ദു ഐക്യവേദി എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് നമ്മുടെ ശശികല ടീച്ചർ. വളരെ മോശകരമായ രീതിയിൽ നമ്മളെ റാപ്പർ വേടനെ അതിരൂക്ഷമായ ഭാഷയിലാണ് എന്നെ സ്റ്റേജിൽ വെച്ചുകൊണ്ട് ശശികല ടീച്ചർ എന്ന് ആക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടത്. ഇത് തന്നെയാണോ കേരളത്തിലെ BJPയുടെ അഭിപ്രായമെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അതിന് ഉത്തരം പറയേണ്ടത്. ഇതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ BJPക്ക് മുന്നേറാൻ വേണ്ടി കഴിയാത്തത് എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. ഇത്തരത്തിലാണ് BJPയുടെ മുന്നോട്ടുള്ള പോക്ക് എങ്കിൽ തീർച്ചയായും സമൂഹത്തിൻ്റെ താഴെക്കടയിലുള്ള പട്ടികജാതി പട്ടികവർഗക്കാരൻ്റെ ഒരു പിന്തുണ പോലും നമ്മുടെ ഈ BJP എന്ന് പറയുന്ന പാർട്ടിക്ക് ഇനി കിട്ടാൻ കേരളത്തിൽ സാധ്യതയില്ല എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ്. തീർച്ചയായിട്ടും ശശികല ടീച്ചർ വളരെ മോശകരമായ രീതിയിൽ ഒരാഴ്ചയോളമായി നമ്മുടെ റാപ്പർ വേടനെ പിന്തുടർന്ന് ആക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ വേദികളിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് അന്വേഷിക്കുന്നവർക്കുള്ള ഉത്തരം കൂടിയാണ് ടീച്ചറുടെ ഈ പരാമർശം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതി അറിയിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. വീണ്ടും നല്ല വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.